പകല് മുഴുവൻ ആ ആൺകിളി പറന്ന് നടന്നിരുന്നത് കൂട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഇണക്കിളിക്കായി മധുരമുള്ള ധാന്യങ്ങൾ സമാഹരിക്കാനായിരുന്നു. അങ്ങനെ കിട്ടിയ ധാന്യങ്ങളെല്ലാമായി വൈകുന്നേരമാവുമ്പോഴേക്കും ആൺകിളി കൂടണയും. ആ ധാന്യങ്ങളെല്ലാം തൻ്റെ ഇണക്കിളിക്ക് കൊടുത്ത് മധുരമുള്ള പാട്ടുപാടി അവളെ സന്തോഷിപ്പിക്കുമായിരുന്നു. അതെ, അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പെൺകിളിക്ക് സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. തന്നോടുള്ള സ്നേഹം നിരന്തരം തെളിയിക്കേണ്ടതാണെന്നും അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും അവൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ അവൾ പറഞ്ഞ ആവശ്യം, 2 മലകൾക്കപ്പുറം ഭംഗിയുള്ള ചുവന്ന പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു. നീ പറന്നുപോയി എനിക്കായി അതിലൊരു പൂവ് കൊണ്ടുവരണം. അപ്പോൾ ആൺകിളി പറഞ്ഞു, അങ്ങോട്ട് ഒരു പകൽ മുഴുവൻ പറക്കേണ്ടതുണ്ട്, തിരിച്ചിങ്ങോട്ട് ഒരു രാത്രി മുഴുവൻ പറക്കേണ്ടതുണ്ട്. ഈ 2 ദിവസം പറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, മരം കോച്ചുന്ന തണുപ്പും എനിക്ക് പ്രയാസമല്ല. പക്ഷെ ഈ 2 ദിവസം നിന്നെ കാണാതിരിക്കുക, നിന്നോട് മിണ്ടാതിരിക്കുക എന്നത് എന്നെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നു. അപ്പോൾ പെൺകിളി പറഞ്ഞു, യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഈ 2 ദിവസം നിങ്ങൾ എന്നെ കാണാതിരിക്കണം, എന്നോട് മിണ്ടാതിരിക്കണം, എന്നിട്ട് എനിക്കായി ഈ പൂവുമായി തിരികെ വരണം. മനസ്സില്ലാ മനസ്സോടെ പിറ്റേന്ന് രാവിലെ ആൺകിളി പറന്നകന്നു. പകൽ മുഴുവൻ പറന്ന് ആ 2 മലകൾക്കപ്പുറം എത്തി നല്ലൊരു ചുവന്ന പൂവ് കൊത്തിയെടുത്തു. പിറ്റേ ദിവസം രാവിലെ തനിക്കിഷ്ടപ്പെട്ട പൂവുമായി ആൺകിളി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയോടെ ആ പെൺകിളി കൂട്ടിൽ കാത്തിരുന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടും പ്രകാശം പരന്നിട്ടും ആൺകിളിയെ കാണാനില്ല. അങ്ങനെ അത് താഴോട്ട് നോക്കിയപ്പോൾ മഞ്ഞിനടിയിൽ ഒരു ചുവന്ന നിറം. അത് വേഗം പറന്ന് ആ ചുവന്ന നിറത്തിനടുത്തേക്ക് എത്തിയപ്പോൾ അതാ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചുവന്ന പൂവാണത്. ആ പൂവിനെ കൊത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനോട് ചേർന്ന് ഒരു തൂവൽ. അപ്പോൾ അത് ആ മഞ്ഞിനെ പെട്ടെന്ന് വകഞ്ഞു മാറ്റി. അപ്പോൾ തൻ്റെ ആൺകിളിയാണ് ആ മഞ്ഞിനടിയിൽ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നത് എന്ന് പെൺകിളി തിരിച്ചറിഞ്ഞു. ഒരുപാട് കരഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞു. അറിയുന്ന സ്നേഹത്തെ തെളിയിക്കുവാനായി അനാവശ്യമായ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടതില്ലായിരുന്നു. നന്ദി.